നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ കൂലി ചെയ്തു കൊടുത്ത ജോലിക്കുള്ള കൂലിയായിട്ടാണ് CPM മുൻ SP TK രത്നകുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് എന്നുള്ളൊരു പരിഹാസം, ആരോപണം, ആക്ഷേപം നിലവിലുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. PP ദിവ്യ എന്ന് പറയുന്ന ഒരാൾ, സഖാവ്, അവരുടെ പൂർണ്ണമായിട്ടുള്ള ധാർഷ്ട്യം, വിളിക്കാത്ത പരിപാടിക്ക് കയറി ചെന്നതും ഈ പറയുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് പരിപാടിക്ക് കയറി ചെന്ന് അത്രയും കാലം സത്യസന്ധമായിട്ട് ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നിസാരമായിട്ട് ഇറങ്ങിപ്പോകുന്നു. അതിൽ മനനൊന്ത് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യക്ക് ശേഷം അന്വേഷണങ്ങൾ പോലും ഈ PP ദിവ്യയെ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങളിൽ ഉൾപ്പെട്ട ആ കേസ് അന്വേഷിച്ച ഒരാളാണ് മുൻ ACP ആയിട്ടുള്ള TK രത്നകുമാർ. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും രാഷ്ട്രീയപരമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദങ്ങൾ, ആക്ഷേപങ്ങൾ ഉയരുന്നത്. എന്തായാലും ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ കേസ് അട്ടിമറിച്ചതുകൊണ്ടാണ് അതിന് പ്രതിഫലമായിട്ട് പാർട്ടി ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നുള്ള വിമർശനങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ട് മുൻ SP TK രത്നകുമാർ തന്നെ രംഗത്തെത്തുന്നു. ഞാൻ ഒരു കേസും അട്ടിമറിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ഒരു കേസും അട്ടിമറിക്കാൻ പോയിട്ടില്ല എന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നെഞ്ചിൽ തൊട്ട് ഏറ്റെടുക്കുകയാണ് ഉണ്ടായതെന്നും TK രത്നകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായിട്ടാണ് TK രത്നകുമാറിനെ LDF തീരുമാനിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ചുമതല രത്നകുമാറിനായിരുന്നു എന്നതും ആ സമയത്ത് ഈ കേസ് അട്ടിമറി ആരോപണം ഉണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ആണ് ആരോപണവുമായിട്ട് ആദ്യം രംഗത്തെത്തുന്നത്. നവീൻ ബാബു കേസ് അട്ടിമറിച്ചതിന്റെ പ്രതിഫലമായിട്ട് തന്നെയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സീറ്റ് നൽകിയത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്ന് UDF നേതാവ് PT മാത്യു അടക്കം വിമർശിച്ച രംഗത്തെത്തിയിരുന്നു. സർവീസിൽ ഇരിക്കെ പാർട്ടിക്ക് വേണ്ടി തെറ്റായ സഹായം ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ് നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സമീപനം ഉണ്ടായിരിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പിൽ നവീൻ ബാബുവിന്റെ മരണം ചർച്ചയാക്കുമെന്നും അതിന് മറുപടി ജനങ്ങൾ നൽകുമെന്നുമൊക്കെ UDF വ്യക്തമാക്കുന്നു. വിരമിച്ച് 2 മാസം കൊണ്ട് CPIM സ്ഥാനാർത്ഥിയായി എന്നതിൽ എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ആരോപണം. ആ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് വരില്ല എന്നും തെരഞ്ഞെടുപ്പിൽ നവീൻ ബാബു വിഷയം ചർച്ചയാകുന്നതിന് പിന്നാലെ തനിക്ക് ഇത്തരം ഞാൻ ഒരു കേസും അട്ടിമറിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടപ്പോൾ സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ ആളിക്കത്തുമ്പോൾ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രവീഷ് അടക്കം ഇതേ വിഷയത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു സംശയം സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഈ പാലത്തായി കേസിൽ അവസാന കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള രത്നകുമാർ ആണോ ഈ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചിട്ടുള്ള രത്നകുമാർ എന്നതാണ് അഞ്ജു പാർവതി പ്രവീഷ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരാൾ തന്നെയാണ് എങ്കിൽ അയാൾ തന്നെയാണോ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എങ്കിൽ ചില സംശയങ്ങളുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിലൊരു കുറിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണം, അഭിപ്രായം, സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ജു പാർവതി പ്രവീഷ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പാലത്തായി കേസിൽ അവസാന കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള രത്നകുമാർ ആണോ നവീൻ ബാബു കേസ് അന്വേഷണം നടത്തുന്ന രത്നകുമാർ? രണ്ടും ഒരാൾ തന്നെയാണെങ്കിൽ അയാൾ തന്നെയാണോ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രത്നകുമാർ? അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്ന ഈ പാലത്തായി കേസിലും എന്തൊക്കെയോ സംഭവിച്ചു കാണുമല്ലോ എന്നാണ് സംശയം. നിലവിൽ ഒരു കൊച്ചുകുട്ടി മൊഴി നൽകിയ അവൾക്ക് നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ച കേസിൽ കേവലം ഊഹാപോഹങ്ങൾക്ക് സ്ഥാനമില്ല. പ്രത്യേകിച്ചും കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നിലവിൽ അയാൾ കോടതിക്ക് മുന്നിൽ കുറ്റം തെളിയിക്കപ്പെട്ട കുറ്റവാളിയാണ്. ഇനി അയാൾ നിരപരാധിയാണെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോയി നിരപരാധിത്വം തെളിയിക്കട്ടെ. വണ്ടിപ്പെരിയാറിൽ തൂങ്ങി നിന്നാടിയിട്ടുള്ള ഒരു കുഞ്ഞ് വളരെ വലിയൊരു സത്യം തന്നെയാണ്. എന്നിട്ടും അന്ന് പ്രതിയായിട്ട് പിടിക്കപ്പെട്ട ആൾ കുറ്റവിമുക്തനായി
തെളിവുകളുടെ അഭാവത്തിലായിരുന്നു അത്. അപ്പോൾ ആ കുഞ്ഞിനെ കൊന്നത് ആരായിരുന്നു? പലപ്പോഴും കേസ് അന്വേഷിക്കുന്നവരുടെ രാഷ്ട്രീയ ചായ്വ് പോലെയായിരിക്കും തെളിവുകൾ ഉണ്ടാകുന്നതും അട്ടിമറിക്കപ്പെടുന്നതും തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതും. സത്യം പലപ്പോഴും തമസ്കരിക്കപ്പെടും. പക്ഷേ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ എല്ലാ തെളിവുകളും ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആരും ഓർക്കുന്നില്ല. എത്രയൊക്കെ വക്രീകരിക്കപ്പെട്ടാലും അത് തെളിവ് സഹിതം വെളിവാകുമെന്നും അതാണ് കാലത്തിന്റെ ശക്തിയെന്നും ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ചൂണ്ടിക്കാണിച്ചാൽ പോലും ചൈൽഡ് അബ്യൂസർക്ക് കുട പിടിക്കുന്നു എന്ന രീതിയിൽ നെറേറ്റീവ് വരും എന്നും അവർ എഴുതുന്നു. കാലം അതാണ്. എങ്കിലും എന്തോ രത്നകുമാർ എന്ന അടിമ പോലീസ് നവീൻ ബാബു എന്ന പാവം മനുഷ്യന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി കേസ് അട്ടിമറിച്ച അതേ മനുഷ്യനാണ് ഇവിടെയും കേസ് അന്വേഷിച്ചത് എന്നറിയുമ്പോൾ എന്തോ ഒരു വല്ലായ്മ. ആടിനെ പട്ടിയാക്കുന്ന പിന്നീട് പേപ്പട്ടിയാക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാനും ന്യായീകരിക്കാനും ആളുകളുണ്ട്. എന്നാൽ ഒരു പ്രിവിലേജും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അഞ്ജു പാർവതി പ്രവേശ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്, വിവാദങ്ങളാകുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നവരുമുണ്ട്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് CPM സ്ഥാനാർത്ഥി എന്നത് CPM അറിയിച്ചു കഴിഞ്ഞതാണ്. അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന TK രത്നകുമാറിനെയാണ് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് രത്നകുമാർ തന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് വിവരം. കണ്ണൂർ റേഞ്ച് IG മേൽനോട്ടത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അജിത് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ അന്വേഷിച്ചിരുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യയാണ് ഈ കേസിലെ ഏക പ്രതി. അന്വേഷണം ശരിയായ രീതിയിൽ അല്ലായിരുന്നു എന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഇന്നും കോടതിക്ക് മുന്നിലുള്ളത്. CPMന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള കോട്ടൂർ വാർഡിൽ അതേ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ള രത്നകുമാർ സ്ഥാനാർത്ഥിയാകുന്നു. മാർച്ചിലാണ് രത്നകുമാർ വിരമിച്ചത്. പോലീസിൽ ചേരുന്നതിന് മുമ്പ് ശ്രീകണ്ഠാപുരം സൊസൈറ്റി കോളേജിൽ അധ്യാപകനും കോട്ടൂർ യുവധാര ക്ലബിന്റെ വോളിബോൾ താരവുമായിരുന്നു അദ്ദേഹം. രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസ് അതിശക്തമായിട്ട് തന്നെ നിലവിൽ രംഗത്തുണ്ട്. മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കൊടുത്തതിന്റെ ഉപകാരണ സ്മരണ തന്നെയാണ് എന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കം ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി രത്നകുമാർ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ. നിലവിൽ കണ്ണൂരിലാണ് താമസിക്കുന്നത്. CPMന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കോട്ടൂർ ഇദ്ദേഹത്തിനെ കൊണ്ട് പിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ LDF നിൽക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഈ വർഷം മാർച്ചിലാണ് അദ്ദേഹം വിരമിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം തുടക്കം മുതൽ തന്നെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു രത്നകുമാർ. രത്നകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തിയത്. പിന്നീട് ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായിട്ട് പ്രവർത്തിച്ച ആളുമാണ്. എന്തായാലും പ്രതിയായ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ CPMും സർക്കാരും കേസ് അട്ടിമറിക്കുന്നു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിലവിൽ നിൽക്കുന്നതിനിടെയാണ് അതേ കേസന്വേഷണത്തിൽ അട്ടിമറി സാധ്യതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ LDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെ കേസന്വേഷിച്ച ഉദ്യോഗസ്ഥൻ CPM സ്ഥാനാർത്ഥിയായതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, അതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു ധൈര്യം എന്താണ് എന്നത് ജനങ്ങളും വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. അതേസമയം നവീൻ ബാബു കേസ് അന്വേഷണത്തിലുള്ള CPMന്റെ ഉപകാരണ സ്മരണയ്ക്കായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വ പദവി നൽകിയത് എന്നുള്ള മാർട്ടിൻ ജോർജിന്റെ പ്രതികരണവും വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ LDFന്റെ ഏറ്റവും വലിയ ധാർഷ്ട്യത്തിന്റെ ഉദാഹരണമാണ് ഈ തവണത്തെ ഈ ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും പലതരത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയൊരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ പിന്താങ്ങിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് തന്നെ പാർട്ടി എന്നും സജീവമായിട്ട് രംഗത്തുണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട PM ആർഷോ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നു. BJP നേതാവും ഈ ആർഷോയുമായിട്ട് പരസ്പരം വാക്കുതർക്കം ഉണ്ടാകുന്നു, കയ്യാങ്കളിയിലേക്ക് അടക്കം പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് PM ആർഷോയെ തൊട്ട ഒരാളും ചുമ്മാ ഇറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അർജുന ആയെങ്കിൽ പോലുള്ള നിരവധി ആളുകൾ പ്രതികരിച്ച രംഗത്തെത്തിയിരുന്നു. അന്ന് ഈ PM ആർഷോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില സഖാക്കന്മാർ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഘമുണ്ട്. പാർട്ടിയെ ചോദ്യം ചെയ്യുന്ന, പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന, പാർട്ടിയിൽ ആരെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ അവരെയെല്ലാം തീർക്കാനും വെട്ടിനിരത്താനുമുള്ള ഒരു ഗുണ്ടാ സംഘം എന്ന് തന്നെ തോന്നിക്കുന്ന തരത്തിലൊരു സംഘം പാർട്ടിക്കുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം അത് ഇടത് സർക്കാരിന്റെ കയ്യിലായതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്ന, പതുങ്ങിയിരിക്കുന്ന ഒരു സംഘമാണ് അത് എന്നും, വേണ്ടി വന്നാൽ ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ തൊട്ടുകഴിഞ്ഞാൽ ആ സംഘം സൈലന്റായി തിരിച്ചടിച്ചിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ പങ്കുവച്ചിരുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ വെട്ടാനും കുത്താനും കാവൽ നിൽക്കുന്ന ചില സഖാക്കന്മാരുടെ വലിയൊരു സംഘം തന്നെ നിലവിലുണ്ട് എന്നുള്ള സൂചന. ഇത്തരത്തിൽ ഇവരെയൊക്കെ പോറ്റി വളർത്തുന്നത് ഇതേ പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ADM നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിൽ PP ദിവ്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതും അതിന്റെ ഉദാഹരണം തന്നെയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. തനിക്ക് ഇതിൽ വലിയ കുറ്റബോധമോ സങ്കടമോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് PP ദിവ്യ ഇതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയപ്പോഴൊക്കെ പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. ഒരാൾ തന്റെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ വാക്ക് പിഴവ് കൊണ്ട് ആത്മഹത്യ ചെയ്തു സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നതിന്റെ പോലും ഒരു കുറ്റബോധം ആ PP ദിവ്യ എന്ന് പറയുന്ന സഖാവിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതേ PP ദിവ്യയെ സംരക്ഷിക്കാൻ രംഗത്തെത്തിയിരുന്ന, അല്ലെങ്കിൽ അതേ PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച LDF രംഗത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ മറ്റ് പലരെയും സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ LDFിനുണ്ടായിരുന്നു. കാരണം ADM നവീൻ ബാബു വിഷയത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. PP ദിവ്യ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നു എന്നുള്ള കാര്യം അതൊരു പക്ഷെ അടുത്ത തവണത്തെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉദ്ദിഷ്ടകാരം ഉപകാര സ്മരണ എന്നതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണോ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നുള്ളൊരു സംശയം നിലവിലുണ്ട്. എന്തായാലും ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തുന്നത്. താൻ ഒരു തരത്തിലും ഒരു കേസും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.